മുത്തശ്ശ മുത്തശ്ശ സോറി ഓക്കെ മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. അറേഞ്ച്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല. നീ ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ? തൊഴുത്തിൽ ചാണകം വാരിയിട്ടില്ല. പോയി വാര്. പോയി വാര്. എന്തൊരു കഷ്ടം. എന്താണ്? മുത്തശ്ശനായിരുന്നോ? ഞാൻ അല്ല, മുത്തശ്ശിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ പെയിൻ. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റേതാവും. അല്ല, മുത്തശ്ശിക്ക് പണ്ട് റൊമാറ്റിക് കംപ്ലൈന്റ് ഇല്ലായിരുന്നോ? അങ്ങനെയുള്ളവർക്ക് ഈ കാലാവസ്ഥ ഒട്ടും പറ്റില്ല. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലേ. എന്റെ കൂടെ ഹിമാലയം വരെ കയറിയിട്ടുള്ളവളായിവള്. അതൊക്കെ നല്ല പ്രായത്തിലല്ലേ മുത്തശ്ശ? ഈ ചന്ദ്രഗിരി താഴ്വരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂട് കലർന്ന തണുപ്പായതുകൊണ്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കടന്നു പിടിക്കാം. ഉദാഹരണത്തിന് മലമ്പനി, മന്ത്, വസൂരി, ഗ്യാസ് ട്രബിൾ. അതുകൊണ്ട് അധികം നാൾ ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. മാക്സിമം 2 days. റിട്ടേൺ ടിക്കറ്റ്. യു ആർ മിസ്റ്റേക്കൻ. ഞങ്ങളെ പോലെ റിട്ടയർ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഐഡിയൽ പ്ലേസ് ആണിത്. കുട്ടികളെയെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ ഇവിടെ കൂടി കുറച്ചുകാലം ഇവിടെ താമസിച്ചാലെന്താ എന്നാലും